ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് വാണിജ്യ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ വാണിജ്യ ബാങ്കിൻ്റെ വിവിധ തരം ധർമ്മങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രൈമറി ഫങ്ഷൻസ് എന്നും സെക്കൻഡറി ഫങ്ഷൻസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് പ്രാഥമിക പ്രവർത്തനങ്ങൾ എന്നും അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നും വാണിജ്യ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ രണ്ടായി തിരിക്കാവുന്നതാണ്. ഇതിൽ പ്രൈമറി ഫങ്ഷൻസിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. ആക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ് എന്നും, അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 2, ലെൻഡിങ് മണി, അതായത് വായ്പകൾ അനുവദിക്കുക. ഇങ്ങനെ പ്രൈമറി ഫങ്ഷൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ആക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ് എന്നും ലെൻഡിങ് മണി, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ അനുവദിക്കുക. ഇതിൽ ആക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ് അഥവാ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ഇതിനെ നമുക്ക് എന്താണ്, ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റിനെ സ്ഥിര നിക്ഷേപം എന്നും പറയാറുണ്ട്. കൂടാതെ എന്താണ്, ടൈം ഡിപ്പോസിറ്റ്, ടേം ഡിപ്പോസിറ്റ് എന്നും പറയുന്നു. രണ്ടാമത്തതാണ് സേവിംഗ് ഡിപ്പോസിറ്റ്, അതായത് സമ്പാദ്യ നിക്ഷേപം. 3, കറന്റ് ഡിപ്പോസിറ്റ്, അതായത് നടപ്പ് നിക്ഷേപം. 4, റെക്കറിംഗ് ഡിപ്പോസിറ്റ്, ആവർത്തന നിക്ഷേപം. 5, ഡേ ഡിപ്പോസിറ്റ്, ദൈനംദിന നിക്ഷേപം. 6, ഹോം സേഫ് ഡിപ്പോസിറ്റ്, ഗൃഹ സുരക്ഷിത നിക്ഷേപം അഥവാ ഭണ്ഡാര നിക്ഷേപം. അപ്പോൾ ഏതൊക്കെയാണ് നിക്ഷേപങ്ങൾ? ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഡേ ഡെപ്പോസിറ്റ്, ഹോം സേഫ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ 6 നിക്ഷേപങ്ങളാണ് ഉള്ളത്. അതിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം. എമൗണ്ട് ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ക്യാൻ ബി വിഡ്രോ ഓൺലി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ. ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ്, അതായത് നിക്ഷേപകൻ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത സംഖ്യ നിശ്ചിത പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ കാലാവധി നിക്ഷേപം എന്നൊക്കെ പറയുന്നത്. അതായത് നിക്ഷേപകൻ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത സംഖ്യ നിശ്ചിത പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. ഇതിലെന്താണ്, നിക്ഷേപത്തിന് എന്താണ്, മറ്റേതൊരു നിക്ഷേപങ്ങളെക്കാളും കൂടുതൽ പലിശ നൽകുന്നുണ്ട്. ഏതൊരു നിക്ഷേപത്തിനേക്കാളും കൂടുതൽ പലിശ നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കും. കൂടാതെ പലിശ നിരക്കുകൾ നിക്ഷേപത്തിന്റെ കാലദൈർഘ്യം അനുസരിച്ച് എന്താണ്, വ്യത്യാസപ്പെട്ടിരിക്കും. കാലാവധിക്ക് മുൻപ് നിക്ഷേപം പിൻവലിക്കാൻ നിക്ഷേപകന് അവകാശമില്ല. എന്നാൽ അഥവാ അദ്ദേഹം എന്താണ്, നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, രേഖാമൂലം മുൻകൂട്ടി വിവരങ്ങൾ നൽകിയിരിക്കണം. ഈ അവസരത്തിൽ എന്താണ്, നിക്ഷേപത്തിന് നൽകുന്ന പലിശ എന്താണ്, യഥാർത്ഥ പലിശയേക്കാൾ കുറച്ച് ശതമാനം കുറച്ചായിരിക്കും ബാങ്ക് നൽകുന്നത്. ഇനി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒരു സ്ഥിര നിക്ഷേപ രസീതി അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് തിരികെ നൽകിയാൽ എന്താണ്, പലിശ സഹിതം സംഖ്യ തിരിച്ചു നൽകുന്നതാണ്. നിക്ഷേപത്തിന്റെ പലിശ നിശ്ചിത ദിവസമോ അല്ലെങ്കിൽ നിക്ഷേപത്തോടൊപ്പമോ കാലാവധിക്ക് ശേഷം പിൻവലിക്കാവുന്നതാണ്. കൂടാതെ സ്ഥിര നിക്ഷേപ രസീതി അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്താണ്, കൈമാറ്റം ചെയ്യാൻ പാടില്ല. കാലാവധിക്ക് മുൻപ് നിക്ഷേപകൻ പണത്തിന് ആവശ്യം വന്നാൽ ഈ റെസിപ്റ്റിന്റെ ഈടിന്റെ മേൽ ബാങ്ക് വായ്പ നൽകുന്നതാണ്. ഇനി ഒരു നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതിനാൽ ഈ നിക്ഷേപത്തെ ടൈം ഡെപ്പോസിറ്റ് അതായത് സമയബന്ധിത നിക്ഷേപം എന്നും പറയാറുണ്ട്. ഇനി രണ്ടാമത്തതാണ് സേവിംഗ് ഡിപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപം.
It intended to encourage the saving habit of people among the general public. Customer can deposit any amount of money at any number of times. അതായത് എന്താണ്, സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് എന്ത് സേവിംഗ് ഡിപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപം എന്ന നിക്ഷേപം ബാങ്കുകൾ ആരംഭിക്കുന്നത്. നിക്ഷേപകർക്ക് എന്താണ് ഇഷ്ടാനുസരണം പണം എന്താണ് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി നിക്ഷേപത്തിൽ നിന്നും എന്താണ് തുകകൾ പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളെല്ലാം ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപ കണക്കിൽ ഒരു നിശ്ചിത തുക എന്താണ് നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കണം. കൂടാതെ നിക്ഷേപകന് നൽകി വരുന്ന പലിശ നിരക്ക് എന്താണ് കാലാകാലങ്ങളായി RBI ആണ് നിശ്ചയിക്കുന്നത്. ഇതാണ് സമ്പാദ്യ നിക്ഷേപം. എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി സമ്പാദ്യശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ ബാങ്കുകൾ ഇത്തരം നിക്ഷേപങ്ങൾ അതായത് സമ്പാദ്യ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതാണ് കറണ്ട് ഡിപ്പോസിറ്റ് അഥവാ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ റണ്ണിംഗ് ഡിപ്പോസിറ്റ്, നടപ്പ് നിക്ഷേപം എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ദിസ് അക്കൗണ്ട് മെയിൻലി മെയിൻറ്റെയിൻഡ് ബൈ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് മാൻ. Current deposit are those deposits into which money can be deposited any number of times and from which money can be withdrawn as many times. No interest. Overdraft facility is provided. എന്താണ് കറണ്ട് ഡിപ്പോസിറ്റിൽ വാണിജ്യം, വ്യവസായം, കച്ചവടം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് എത്ര തവണ എന്ന് പരിധികളില്ലാതെ പണം പിൻവലിക്കുന്നതിനും അടയ്ക്കുന്നതിനും സൗകര്യമുള്ള അക്കൗണ്ടുകളാണ് ഇത് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഈ നിക്ഷേപത്തിന് എന്താണ് പലിശ നൽകാറില്ല. എന്നാൽ ചില ബാങ്കുകളൊക്കെ 1-2% പലിശ നൽകുന്നുണ്ട്. ഈ നിക്ഷേപത്തിന് മേലാണ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുന്നത്. ഇനി നാലാമത്തതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തന നിക്ഷേപം. Recurring deposit are those deposit in which the depositor deposit a fixed sum of money every month for an agreed period. End of the specific period, amount along with the acquired interest will be paid to the customer. അതായത് ഒരു നിശ്ചിത സംഖ്യ നിശ്ചിത കാലയളവിലേക്ക് തവണകളായി നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് റെക്കറിംഗ് അഥവാ ആവർത്തന നിക്ഷേപം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് തവണകളായി നിക്ഷേപിക്കുന്നതിന്. ഇതിനെന്താ പലിശ നിരക്ക് എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റിനെ അപേക്ഷിച്ച് എന്താണ് കുറവായിരിക്കും. എന്നാൽ മറ്റ് നിക്ഷേപങ്ങളെക്കാൾ കൂടുതലുമായിരിക്കും. ഈ കാലാവധി പൂർത്തിയാക്കുമ്പോൾ തുക എന്താ പലിശ സഹിതം തിരികെ ലഭിക്കുന്നു. ഈ നിക്ഷേപങ്ങൾ എന്താണ് 5-ന്റെയോ 10-ന്റെയോ ഗുണിതങ്ങളായിട്ടാണ് നിക്ഷേപിക്കുന്നത്. ഒരു നിശ്ചിത സംഖ്യ നിശ്ചിത കാലയളവിലേക്ക് തവണകളായി നിക്ഷേപിക്കുന്നതിനെയാണ് റെക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേതാണ് ഡേ ഡിപ്പോസിറ്റ് അഥവാ ദൈനംദിന നിക്ഷേപം. അതായത് ദിവസ വരുമാനക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നിക്ഷേപമാണ് എന്ത് ഡേ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ചുരുങ്ങിയത് ഒരു 10 രൂപയോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ 5-ന്റെ ഗുണിതങ്ങളായിട്ടാണ് ഇതിൽ പണം നിക്ഷേപിക്കുക. ഇനി 2017 മെയ് മുതലാണ് എന്ത് ഇതിന്റെ പലിശ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. കൂടാതെ ഈ നിക്ഷേപത്തിൽ ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ പണം നിക്ഷേപിക്കാവുന്നതാണ്. ഈ നിക്ഷേപത്തിനുമേൽ എന്താണ് വായ്പാ സൗകര്യവും ലഭ്യമാണ്. പരമാവധി 1 വർഷത്തേക്കാണ് എന്ത് ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് ഡേ ഡിപ്പോസിറ്റ്. അടുത്തതാണ് ഹോം സേഫ് ഡിപ്പോസിറ്റ് അഥവാ ഗൃഹ സുരക്ഷിത നിക്ഷേപം. അതായത് ജനങ്ങളിൽ എന്താണ് സമ്പാദ്യശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് ഈ അക്കൗണ്ട്. ഈ പദ്ധതിയിൽ എന്താണ് നാണയങ്ങൾ നിക്ഷേപിക്കാൻ കഴിയുന്നതിന് മാത്രമായി ക്രമീകരിക്കുന്ന ഒരു പാത്രം നിക്ഷേപകന് നൽകും. നാണയങ്ങൾ ഇട്ടുവെക്കുന്നതിനുള്ള ഒരു പാത്രം. നിക്ഷേപകർ അവരുടെ ചെറിയ സമ്പാദ്യം ഈ പാത്രത്തിൽ നിക്ഷേപിക്കും. ഇങ്ങനെ നിശ്ചിത ഇടവേളകളിൽ ഈ സമ്പാദ്യപ്പെട്ടി എന്താണ് ബാങ്കിൽ കൊണ്ടുപോവുകയും അതിലെ തുക നിക്ഷേപകന്റെ അക്കൗണ്ടിൽ വരവ് വെക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ലെൻഡിങ് മണി അഥവാ വായ്പകൾ അനുവദിക്കുക.
എന്താണ് വായ്പകൾ എന്നാണ് ബാങ്കിന്റെ ഒരു പ്രധാന ആസ്തിയാണ്. കൂടാതെ എന്താണ് പലിശ എന്ന് പറയുന്ന ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ്. എന്താണ് മതിയായ ഈട് നൽകുകയാണെങ്കിൽ ബാങ്ക് ഏത് ആവശ്യത്തിനും നിബന്ധനകൾക്ക് വിധേയമായി വായ്പകൾ അനുവദിക്കുന്നു. ഇനി വായ്പകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണ വായ്പ, അതായത് ലോൺ. രണ്ടാമത്തേത് ഓവർ ഡ്രാഫ്റ്റ്, അധികപ്പറ്റ്. 3 ക്യാഷ് ക്രെഡിറ്റ്, റൊക്കം കടം. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ബില്ല് കിഴിച്ചു നൽകൽ. 5 കൺസ്യൂമർ ലോൺ, അതായത് ഉപഭോഗ വായ്പ. ഇനി ലോൺ എന്താണ്, അതായത് സാധാരണ വായ്പ എന്താണെന്ന് നോക്കാം. എളുപ്പത്തിൽ പണമാക്കി മാറ്റുവാൻ കഴിയുന്ന ഈടുകളിൽ മേൽ ഒരു നിശ്ചിത കാലത്തേക്ക് നൽകുന്ന വായ്പകളെയാണ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത കാലത്തേക്ക് നൽകുന്ന വായ്പകളാണിത്. വായ്പകൾ അനുവദിക്കുമ്പോൾ വായ്പയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. വായ്പ അനുവദിച്ചു കഴിഞ്ഞാൽ അത്രയും തുക വായ്പക്കാരന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. വായ്പക്കാരൻ ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്നും പണം പിൻവലിക്കാവുന്നതാണ്. ഇതിൽ മൊത്തം വായ്പാ തുകയിന്മേലാണ് ബാങ്ക് പലിശ കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഓവർ ഡ്രാഫ്റ്റ് അഥവാ അധികപ്പറ്റ്. ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് പെർമിറ്റഡ് ടു വിഡ്രോ മോർ ദാൻ ദ അക്കൗണ്ട് ബാലൻസ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് കറണ്ട് അക്കൗണ്ടിന്മേൽ ബാങ്കിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ ഓവർ ഡ്രാഫ്റ്റ് അധികപ്പറ്റ് വരുത്തുന്ന സമ്പ്രദായത്തിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ അധികം പിൻവലിക്കാൻ കഴിയുന്നു. അക്കൗണ്ടിലുള്ള പണത്തിനേക്കാൾ അധികം നമുക്ക് ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ കഴിയും. വായ്പയായി അനുവദിക്കുന്ന തുക ഇടപാടുകാരന്റെ നിക്ഷേപത്തിൽ വരവയ്ക്കുന്നു. ഈ സൗകര്യം എത്ര കാലത്തേക്കാണ് എന്ന് നമ്മൾ മുൻകൂട്ടി വ്യവസ്ഥ ചെയ്തിരിക്കും. കൂടാതെ വായ്പയായി അനുവദിച്ച തുക ആവശ്യാനുസരണം ചെക്കുകൾ മുഖേന പിൻവലിക്കാവുന്നതാണ്. കാലാവധിക്ക് ശേഷം അധികപ്പറ്റുള്ള സംഖ്യ തിരിച്ചടയ്ക്കണം. ഉയർന്ന നിരക്കാണ്, പലിശ നിരക്ക് ഉയർന്നതാണ്. വ്യാപാരികൾക്കും വ്യവസായികളൊക്കെയാണ് ഇതിന് പ്രയോജനം ലഭിക്കുന്നത്. അടുത്തതാണ് ക്യാഷ് ക്രെഡിറ്റ് അഥവാ റൊക്കം കടം. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് അണ്ടർ വിച്ച് ബൊറോവർ ഈസ് അലൗഡ് ആൻ അഡ്വാൻസ് അണ്ടർ എ സെപ്പറേറ്റ് അക്കൗണ്ട്. അതായത് ഓഹരികൾ, ബോണ്ടുകൾ, കറണ്ട് അസറ്റ് ഇങ്ങനെയുള്ള ഈടിന്മേൽ നൽകുന്ന വായ്പകളെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സാധാരണ വായ്പകളെ പോലെ തന്നെ വായ്പക്കാരന്റെ പേരിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ട് അതിൽ അനുവദിച്ച തുക വരവ് വെക്കുന്നു. ഇനി വായ്പാ തുക മൊത്തമായിട്ടോ തവണകളായിട്ടോ പിൻവലിക്കാവുന്നതാണ്. ഇതിൽ പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രമാണ് പലിശ നൽകേണ്ട ആവശ്യമുള്ളൂ. അടുത്തതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് വിനിമയ ബിൽ കിഴിച്ചു നൽകൽ. The system bank advance loan to the traders and business trying to discounting their bills. While discounting a bill, the bank buy the bill before it is due and credit the value of the bill after a discount charged to the customer's account. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാൽ ബാങ്ക് വായ്പയുടെ മറ്റൊരു രൂപമാണിത്. അതായത് വിനിമയ ബില്ലിന്റെ കാലാവധി എത്തുന്നതിന് മുൻപ് കൈവശക്കാരന് പണം ആവശ്യമായിട്ട് വന്നാൽ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതാണ്. അതായത് ബില്ലിന്റെ വിലയിൽ നിന്നും ഒരു ചെറിയ തുക ഡിസ്കൗണ്ട് ഇനത്തിൽ കിഴിച്ചിട്ട് ബാക്കി വരുന്ന തുക ബില്ലിന്റെ കൈവശക്കാരന് നൽകും. ഇനി ബില്ലിന്റെ കാലാവധി ദിവസം ബാങ്കിന് പണം സ്വീകർത്താവിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി അടുത്തതാണ് കൺസ്യൂമർ ലോൺ അഥവാ ഉപഭോഗ വായ്പ. Is a loan that banks offer to customers to buy household goods and appliances and even personal devices. അതായത് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വിദ്യാഭ്യാസം, വിവാഹം അങ്ങനെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നൽകുന്ന വായ്പകളെയാണ് കൺസ്യൂമർ ലോൺ എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രൈമറി ഫങ്ഷൻസിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷനിൽ പെടുന്ന പ്രധാന ഫങ്ഷൻസ് ഇത്രയുമാണ്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.